ആയിരിക്കും. അപ്പോൾ ഏത് പ്രായത്തിൽ നമുക്ക് ശരിക്കും ഈ ബഹളങ്ങളുള്ള സിനിമയ്ക്ക് പിള്ളേരെ കൊണ്ടുപോയി തുടങ്ങാം? അതായത് ആ ഒരു ഏജ് റെസ്ട്രിക്ഷൻ്റെ ഇതല്ല ഞാൻ ചോദിക്കുന്നത്. അതിപ്പോൾ അവർ പറയും പിള്ളേർ ഇത്ര വയലൻസേ കാണാവുള്ളൂ, ഇങ്ങനത്തെ ന്യൂഡിറ്റി കാണരുത്, അത് വേറെ. പക്ഷെ അതല്ലാതെ ഒച്ച ബഹളം അങ്ങനത്തെ ആസ്പെക്ട്സിൽ ഏത് പ്രായത്തിൽ പിള്ളേരെ ശരിക്കും തിയേറ്ററിൽ കൊണ്ടുപോയി തുടങ്ങാം? ഒരു കറക്റ്റ് പ്രായം എന്നുള്ളത് നമുക്ക് സയൻറ്റിഫിക് ആയിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഒരു കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് ഇപ്പോൾ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബിഫോർ 7 years ഇത്ര വയലൻസ് ആയിട്ടുള്ളൊരു മൂവിയോ അല്ലെങ്കിൽ ഹൈലി ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള മൂവീസോ ഒന്നും കൊണ്ട് കാണിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഒരു ആഫ്റ്റർ 7 years കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് വളരെ വൾഗറായിട്ടുള്ള അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല, ഒരു മൈൽഡായിട്ടുള്ളത് ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുന്നതിനൊന്നും തെറ്റൊന്നുമില്ല. ബിക്കോസ് കുട്ടികളെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമല്ലോ, അഡൾട്ട്ഹുഡിലേക്ക് പ്രിപ്പയർ ചെയ്യണം. ഒരു ആഫ്റ്റർ 7 years മൈൽഡ് ആയിട്ടുള്ളതൊക്കെ കാണിക്കാം. പക്ഷേ ബിഫോർ 7 years അതിന് അങ്ങനെ ഒരു എക്സ്പോഷർ കൊടുക്കാതിരിക്കുന്ന കുട്ടികൾക്ക് നല്ലത്. ബിക്കോസ് കുട്ടികളെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ബ്ലോട്ടിംഗ് പേപ്പറാണ്. അവർ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. അവർക്ക് അറിയില്ലല്ലോ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. മേ ബി അവർ ഇമിറ്റേറ്റ് ചെയ്ത് വരുന്നത് ചിലപ്പോൾ സിബ്ലിങ്സിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റു കുട്ടികളിലായിരിക്കാം. സ്കൂളിൽ ചെല്ലുമ്പോഴൊക്കെ ഈ അതുപോലെ അബ്യൂസീവ് വേർഡ്സൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് മീഡിയയിലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ. ഫോർ ഗെറ്റിംഗ് അറ്റൻഷൻ ദേ വിൽ ഇമിറ്റേറ്റ് ദിസ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്.